ചിക്കനും ചീസും ഓട്സും എല്ലാം ചേർന്നിട്ടുള്ള ചിക്കൻ ചീസ് കട്ട്ലറ്റാണ് ഇന്ന് ഞാൻ ഇഫ്താറിന് തയ്യാറാക്കുന്നത്. ഒരുപാട് ടേസ്റ്റിയാണ്, ക്രിസ്പിയാണ്. വെറൈറ്റി ആയിട്ടുള്ള ഈ ചിക്കൻ ചീസ് കട്ട്ലറ്റ് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. സാധാരണ നമ്മൾ ബ്രെഡ് പൊടിയിലൊക്കെ മുക്കി ചിക്കൻ കട്ട്ലറ്റ് എപ്പോഴും ഉണ്ടാക്കാറുണ്ട്. അതിൽ നിന്നെല്ലാം ഒരുപാട് വ്യത്യാസമായി വളരെ ടേസ്റ്റിയായ ഈ കട്ട്ലറ്റ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കണം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതുപോലെ 2-3 ഉരുളൻകിഴങ്ങ് തൊലി കളഞ്ഞ് കുക്കറിലിടാം. അതിലേക്ക് എല്ലില്ലാത്ത കുറച്ച് കൂടുതൽ ചിക്കനുണ്ട്. അപ്പോൾ അതിൻ്റെ കട്ട്ലറ്റിന് വളരെ ടേസ്റ്റി ആയിരിക്കും. ഇതും കൂടെ നമുക്ക് കുക്കറിൽ അല്പം വെള്ളം ഒഴിച്ച് ഒരു വിസിൽ 1-2 വിസിൽ കേട്ടാൽ മതി. അപ്പോഴത് വേകും. നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതിൽ ഞാനിപ്പോൾ ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഉപ്പ് നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സവാളയും ഉരുളൻകിഴങ്ങെല്ലാം നല്ലതുപോലെ വെന്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ കൂട്ട് തയ്യാറാക്കാം. ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1 സ്പൂൺ ഇഞ്ചി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇഞ്ചി പേസ്റ്റ് നല്ലതുപോലെ വഴന്നതിന് ശേഷം നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന 2 സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള നല്ലതായി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. സവാള കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റണം. സവാള വഴറ്റുന്ന സമയത്ത് അല്പം ഉപ്പ് കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഈ സവാള വഴറ്റുമ്പോൾ ഒന്ന് നല്ലതുപോലെ വഴന്ന് വരുന്നതിന് വേണ്ടി അല്പം ഉപ്പ് കൂടി ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള എല്ലാം നല്ലതുപോലെ വഴന്നതിന് ശേഷം ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ക്യാരറ്റ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റ് വേണ്ടാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. പിന്നെ ചിക്കൻ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ ഇതുപോലെ ഞാൻ കൈവച്ച് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. മിക്സിയിലിട്ട് പൊടിച്ചാൽ നല്ല പൊടിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ്റെ ഒരു കടിക്കാനൊക്കെ കിട്ടുന്നതിന് വേണ്ടി ഇതുപോലെ ചെറുതായിട്ട് കൈവച്ചൊന്ന് പിച്ചെടുത്താൽ മതി. അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അങ്ങനെ ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. നമ്മൾ നേരത്തെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന ഉരുളൻകിഴങ്ങ് കൂടി പൊടിച്ചത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ കൂട്ടുകാരെല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളിതുപോലെ തയ്യാറാക്കിയിട്ടുണ്ടോ, ടേസ്റ്റിയാണോ, നിങ്ങളിത് കമൻറ്റ് ചെയ്യണം. അതുപോലെ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ഈ ഉരുളൻകിഴങ്ങ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഈ കൂട്ടെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ 1 സ്പൂൺ ചില്ലി ഫ്ലെക്സ് കൂടി ചതച്ച മുളക് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ചതച്ച മുളക് കൂടി ആഡ് ചെയ്ത് ഇതെല്ലാം കൂട്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കാം, എല്ലാം യോജിപ്പിക്കുന്നതിന് വേണ്ടി. എന്നിട്ട് ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയില കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു തവണയെങ്കിലും കൂട്ടുകാർ തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അത്രയും ടേസ്റ്റിയായ ഇഫ്താറിനൊക്കെ നമുക്ക് ഇത് തയ്യാറാക്കാം. 4 മണിക്ക് ചായയുടെ ഒപ്പമാണെങ്കിലും നമുക്ക് 4 മണി പലഹാരമായിട്ട് ഇത് തയ്യാറാക്കാം. കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാവർക്കും ഇഷ്ടമാകും. ചിക്കൻ വെച്ചിട്ടുള്ള എന്ത് ആണെങ്കിലും നമുക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് മുളക് പൊടി ചില്ലി ഫ്ലെക്സ് ഇല്ലെങ്കിൽ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ചില്ലി ഫ്ലെക്സും കുരുമുളക് പൊടിയുമാണ് ആഡ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുത്ത് എല്ലാം നല്ലതുപോലെ ഇളക്കി ആ വെള്ളത്തിൻ്റെ അംശമെല്ലാം നല്ലതുപോലെ ഒന്ന് വറ്റിയതിന് ശേഷം ഒരു 2-3 ചീസ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചീസ് കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കണം. അപ്പോൾ ആ ചീസിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഈ കട്ട്ലറ്റിനുണ്ടാകും. അത് നല്ലൊരു ടേസ്റ്റാണ്. ഇതുപോലെ ചീസ് ഇട്ട് കൊടുക്കാം. ചീസ് അങ്ങ് മെൽറ്റ് ആയിക്കോളും. അതും കൂടി ഇതിലേക്ക് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇത് ഉരുട്ടണ സമയത്ത് ചെറുതായിട്ട് വല്ല ഉരുട്ടാൻ കയ്യിലൊട്ടുന്നുണ്ടെങ്കിൽ അല്പം ഓട്സ് പൊടി കൂടി ഓട്സ് മിക്സിയിലൊന്ന് പൊടിച്ചിട്ട് അതുകൂടി ഞാൻ അല്പം, ഒരുപാട് വേണ്ട, അത് ഒട്ടുന്നെങ്കിൽ മാത്രം മതി, അല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഉരുട്ടിയെടുക്കാം. ഈ ചീസും കൂടെ ചേർത്തുകൊണ്ട് ചിലപ്പോൾ അല്പം ലൂസായിട്ടുണ്ട്. അങ്ങനെ ഞാൻ അല്പം ഓട്സ് പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം ഇതുപോലെ നല്ലതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമ്മൾ കൈ വെച്ചിട്ട് കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ തന്നെ നമ്മളിത് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. സാധാരണ കട്ട്ലറ്റ് നമ്മൾ മുട്ടയുടെ വെള്ളയിൽ മുക്കിയിട്ട് ബ്രെഡ് പൊടിയിൽ കോട്ട് ചെയ്തെടുക്കും. ഇത് നമ്മൾ അതിന് പകരമായിട്ട് നമ്മൾ ഇതുപോലെ മുട്ടയൊന്നും വേണ്ട, ഇതുപോലെ കോൺഫ്ലവറോ മൈദാപ്പൊടിയോ മതി. ഇത് ഞാൻ കോൺഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. കോൺഫ്ലവർ ആകുമ്പോൾ കുറച്ചുകൂടി ക്രിസ്പി ആയിരിക്കും. കോൺഫ്ലവർ ഇതുപോലെ ചെറുതായിട്ട് വെള്ളം ഒഴിച്ച് ലൂസായിട്ടൊന്ന് കലക്കണം. ഇതുപോലെ ലൂസായിട്ട് കട്ടയൊന്നും കെട്ടാതെ കോൺഫ്ലവർ ഒന്ന് കലക്കിയെടുക്കുക. എന്നിട്ട് നമുക്കിത് ഓരോന്നായിട്ട് ഇതിൽ മുക്കിയിട്ട് ഓട്സിൽ കോട്ട് ചെയ്തൊന്ന് എടുക്കണം.
എല്ലാം ഇതുപോലെ അത് നല്ലതുപോലെ കലക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഇതിലേക്ക് മുക്കിയിട്ട് ഓട്സ് പൊടിക്കുക, മിക്സിയിൽ പൊടിക്കുകയൊന്നും വേണ്ട. ഓട്സ് സാധാ നമ്മൾ ഓട്സ് തരി തരിയായിട്ടിരിക്കുന്ന ആ ഓട്സിൽ ഇങ്ങനെ നമുക്ക് ഇതിൽ മുക്കിയിട്ട് അതിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് അതിൽ അങ്ങനെ മുട്ട ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ പെട്ടെന്ന് കയ്യിലൊട്ടുകയൊന്നുമില്ല. ഇതുപോലെ നമുക്ക് കൈ വെച്ച് തന്നെ എല്ലാം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റിയാണ്, ക്രിസ്പിയാണ്. എന്തായാലും ഇഫ്താറിന് നിങ്ങൾ ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. ഒരു വെറൈറ്റി ആയിട്ടുള്ള കട്ട്ലറ്റാണ്, ചിക്കൻ ചീസ് ഓട്സ് കട്ട്ലറ്റ്. എല്ലാവർക്കും ഇഷ്ടമാകും. പിന്നെ ഇതെല്ലാം നമുക്കിതുപോലെ ഒന്ന് ഓട്സിൽ മുക്കിയെടുക്കാം. എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുത്തതിന് ശേഷം നമുക്കിനിത് പൊരിച്ചെടുക്കണം. ഇതെല്ലാം ഇതുപോലെ ഓട്സിൽ മുക്കി പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്നായിട്ടിട്ട് പൊരിച്ചെടുക്കുക. വളരെ ടേസ്റ്റിയാണ്. അതുകൊണ്ട് കൂട്ടുകാർ ഒരു തവണയെങ്കിലും ഇതുപോലെ ഇഫ്താറിന് ഇത് തയ്യാറാക്കി നോക്കണം. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ്. നമുക്കിനി ഇത് പൊരിച്ചെടുക്കാം.